ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോവാം പാചകത്തിലേക്ക്. എല്ലാവരും എന്ത് ചെയ്യുമോ? എല്ലാവരും ഓടി 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 വാ മക്കളെ, ഓടി ഓടി വാ. അപ്പോൾ കാപ്പി ഉണ്ടാക്കിയ എല്ലാവരും കാപ്പിക്ക് കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കാപ്പി ഉണ്ടാക്കാം, കാപ്പിയും കറിയും ഉണ്ടാക്കാം. ഓടി വാ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന കറി ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി കാര്യവും പറയാം. ചപ്പാത്തി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാര്യം പറയാം. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ? പിന്നെ പറയൂ, എന്താണ് നിങ്ങളുടെ പുതിയ വിശേഷം? പുതിയ വിശേഷങ്ങൾ പറയൂ. എനിക്ക് പുതിയതായിട്ടൊരു വിശേഷം പറയാനില്ല, നിങ്ങൾക്കല്ലേ വിശേഷമല്ലേ? അപ്പോൾ നിങ്ങൾ പറയൂ. ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ തയ്യാറാക്കി വെച്ചേക്കുക. അപ്പോൾ പെട്ടെന്ന് ആവും, വലിയ താമസമില്ല. ഇതും വാർത്തെടുക്കുന്ന താമസമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കറി ഗോബി മഞ്ചൂരിയൻ റെഡിയാണ്. ഇപ്പോൾ ചപ്പാത്തി റെഡിയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ വലിയ താമസമൊന്നുമില്ല. ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് കാപ്പിയും ആവും കറിയാവും, പെട്ടെന്നാവും. അപ്പോൾ ഇന്നത്തെ കാപ്പിക്കുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയ അപ്പോൾ അത് വറുത്തെടുത്ത് കാപ്പി ഉണ്ടാക്കാനും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞ് ലൈവ്. പിന്നെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചയ്ക്കും ഒരു ചെറിയ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കയറി കാണണം കേട്ടോ, കണ്ട് ലൈവിലൊക്കെ സപ്പോർട്ട് തരണം. ഞാനങ്ങനെ ലൈവ് ഇടക്കോ ഇല്ല, എങ്കിലും ഞാൻ ചെറിയ കുഞ്ഞു എല്ലാവരും ഇടും പോലെ വലിയ 2-3 മണിക്കൂറൊന്നും ഇല്ല. ഞാൻ ഒരു കൂടിപ്പോയാൽ 10 മിനിറ്റ്, അരമണിക്കൂർ ഒക്കെ ഉള്ള ലൈവൊക്കെ ഞാൻ ഇടുന്നത്. ഞാനും എൻ്റെ പിള്ളേരും കൂടെ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഇടുന്നതാണ്. വീഡിയോ ഇടാൻ പറ്റുന്നില്ല. പിന്നെ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, ചെറിയ വീഡിയോ ഇടുന്നുണ്ട്. കുഞ്ഞു വീഡിയോയൊക്കെ ദിവസവും 2 വീഡിയോ വെച്ച് 3 വീഡിയോ വെച്ച് പറ്റും പോലെയൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അല്ലേ, കുറച്ച് പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അതൊക്കെ എൻ്റെ ഒരു സന്തോഷം. വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ മുന്നോട്ട് വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ള സപ്പോർട്ട് എനിക്ക് മുന്നോട്ട് നിങ്ങൾ തരണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യാത്ത എന്താ മക്കളെ? നിങ്ങൾ എന്തുകൊണ്ട് ലൈക്ക് ചെയ്യുന്നില്ല? എന്താ മക്കളെ ലൈക്ക് ചെയ്യാൻ ഒരു മടി? ഒന്ന് ആ ബട്ടണൊന്ന് താത്തൂടെ? നിങ്ങൾക്ക് ഒരു ലൈക്ക് ഇട്ടൂടെ? അപ്പം നിങ്ങൾ ലൈക്കൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് വാച്ചവറൊക്കെ ഒരുപാട് കുറവാണ്. വീഡിയോ ഇടുന്നതിൻ്റെ ഒന്നും വാച്ചവർ കിട്ടുന്നതേ ഇല്ല. വാച്ചവർ കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷനും വിഷമവും എല്ലാം ഉണ്ട് എനിക്ക്. വീഡിയോ പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. പാചക വീഡിയോയൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്നും വീഡിയോ എടുക്കണമെന്ന് വയ്ക്കും. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു പോകും. ഇതൊക്കെ പിന്നെ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ച് ഞാൻ പിന്നെ ചെയ്തതാ ഇതൊക്കെ. അത് മറക്കുന്നില്ല. ഞാൻ എനിക്ക് ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അങ്ങ് എടുത്ത്. ചില ദിവസമൊക്കെ ഞാൻ ഫുഡൊക്കെ നല്ല കറിയൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിക്കും ഇന്നത്തേക്ക് ഒരു വീഡിയോ എടുക്കണം. പക്ഷേ കഴിക്കുന്ന സമയമാകുമ്പോൾ മറന്നു പോകും. എന്താണ് പറ്റിയെന്ന് വെച്ചാൽ അറിയത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ പാചകത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാപ്പി ഇപ്പോൾ ആവും. ഇപ്പോൾ കാപ്പി ആയി, ഇപ്പോൾ ഉടനെ ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളും കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് കാണുമല്ലേ? ഇത് രാവിലത്തെ കേട്ടോ, രാവിലെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. പക്ഷേ ഇടുന്നത് രാത്രിയാണെങ്കിൽ വീഡിയോ രാവിലെ ഞാൻ എടുത്തു വെച്ചിരുന്നത് രാവിലത്തെ കാപ്പി, ഇത് രാത്രിത്തെ അല്ല. ഇപ്പോൾ രാവിലെയുള്ള കാപ്പി കുടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ രാവിലെ എനിക്ക് ഇടാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ പരിപാടിയിലൊക്കെ ആയിരുന്നു. രാവിലത്തെ കാപ്പി കഴിഞ്ഞു, പിന്നെ ഉച്ചക്കത്തേക്ക് ആകുമ്പോൾ ആ സമയത്ത് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ 2 വീഡിയോ ഒക്കെ എടുത്ത് വെക്കണമെങ്കിൽ രാവിലെ 2 വീഡിയോ വെച്ച് ഇടായിരുന്നു. രാവിലെയും വൈകിട്ടുമായിട്ട് ഇടായിരുന്നു. ഇതങ്ങനെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ എടുത്ത് വയ്ക്കുന്നതായിരിക്കും രാത്രി ഇടുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങളാണ്, വലിയ സംഭവങ്ങളൊന്നുമല്ല. കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചിടുന്നത്. അല്ലാതെ വലിയ സന്തോഷങ്ങളും കാര്യങ്ങളും വലിയ ഒന്നുമല്ല, വലിയ സംഭവമൊന്നുമല്ല. കുഞ്ഞു കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തിടുന്നുണ്ട്. എനിക്കത് ഒരു വലിയ കാര്യം കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ വിചാരിക്കും അവൾക്ക് വേറെ ജോലി ഇല്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ കൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്യുന്നു. കറി നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ് കറിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയി. ഇനിയൊരു ചെറിയൊരു സമയം കൂടെ മതി. പിന്നെ ഇതൊക്കെ എൻ്റെ വിശേഷം. എൻ്റെ മക്കൾ രണ്ടുപേരും എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്.
എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ നിന്ന് ഞങ്ങൾ ഇവിടെ പാചകത്തിലും എല്ലാത്തിലും അവരെൻ്റെ എപ്പോൾ എവിടെ പോയാലും എൻ്റെ കൂടെ കാണും. അപ്പോഴേ നല്ല കറി ആയി. ഞാൻ വറുത്ത് വെച്ചേക്കണ സാധനം അതിലിട്ടെടുത്ത് കറി ഓക്കെ. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഇട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷം. എൻ്റെ ചപ്പാത്തി റെഡിയായി. ഇനി എന്തോ വേണം? ചപ്പാത്തിയിലോട്ട് അങ്ങോട്ട് കറി അങ്ങോട്ട് കോരി ഒഴിച്ച് അതിന് ശകലം പിച്ചെടുത്ത് വായ്ക്കകത്തോട്ട് വെക്കണം മക്കളെ. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാമോ? അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ പോകുമ്പോഴൊന്നും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഈ പിള്ളേരൊക്കെ കൂടെ വരുമ്പോൾ പിള്ളേർ അമ്മ നാണക്കേടമ്മ വീഡിയോ എടുക്കല്ലേ അമ്മ എന്നും പറഞ്ഞ് ഈ പിള്ളേരങ്ങോട്ട് ഒരു വീഡിയോ പോലും എന്നെ കൊണ്ട് എടുക്കാൻ താമസിക്കത്തില്ല. ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ ഞങ്ങൾ രാത്രി വെളിയിൽ പോയപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവന്മാർ കാണാതെ ഞാൻ ഒരു ലൈവ് ഇട്ടേ. പിന്നെ അവന്മാർ കണ്ട്. ആ ലൈവ് കാണുമ്പോഴേ അറിയാം, അവന്മാരൊന്നും അറിഞ്ഞിട്ടില്ല. അവന്മാരൊക്കെ ചുമ്മാ കിടന്ന് എല്ലാവരും കിടന്ന് ഭയങ്കര സംസാരമായിരുന്നു. അപ്പോഴാണ് ഞാൻ ലൈവ് ഇട്ടേ. അവന്മാർ താമസിക്കത്തില്ല. വെളിയിലൊക്കെ പോകുമ്പോൾ അവന്മാർ അവർക്കതൊരു നാണക്കേടായി. എനിക്കിപ്പം നാണക്കേടൊന്നുമില്ല ഇപ്പോൾ വീഡിയോ എടുക്കാൻ. ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഏത് ആളിൻ്റെ അടുത്തും ചെന്ന് വീഡിയോ എടുക്കാൻ ഒരു മടിയില്ല. ആദ്യമൊക്കെ മടിയായിരുന്നു. അയ്യോ അവർക്കെന്തോ തോന്നും, നമ്മൾ ക്യാമറയായി ഫോണും വെച്ചുകൊണ്ട് നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അവരെന്തോ വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മടിയില്ല. ഞാൻ എല്ലായിടത്തും നിന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യും. വേണ്ടേ കറി ഓക്കെ ആയി. എൻ്റെ ഇത്രയും നേരത്തെ സംസാരം നിങ്ങൾ കേട്ടില്ലേ? കറിയായി, ചപ്പാത്തിയായി. എൻ്റെ ചപ്പാത്തിയിലോട്ട് കറി ഇങ്ങനെ അങ്ങോട്ട് കോരി വെച്ച് ഇപ്പോൾ ഇത്തിരി ലൂസായിട്ട് ഇരിക്കുന്നതിൻ്റെ തണുക്കുമ്പോൾ നല്ല കട്ടിയാവും കേട്ടോ. അടിപൊളി ടേസ്റ്റായി കറിക്ക്. നല്ല കറിയാണ്, നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. തണുക്കുമ്പോൾ നല്ല അടിപൊളിയാവും. അതുകൊണ്ട് ഇപ്പം അരപ്പെല്ലാം അതിൽ പിടിച്ച് നല്ല ഇതായിട്ടിരിക്കും. നല്ല റൈസൊക്കെ അങ്ങോട്ട് കോരി വെച്ച് റൈസിൻ്റെ കൂടെ തിന്നാനും നല്ല ഇതാണ്. ചപ്പാത്തിയുടെയും റൈസിൻ്റെ കൂടെയും കാപ്പിക്കൊക്കെ നല്ല ഇതാണ്. നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വലിയ എരിയൊന്നുമില്ല. ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും ചെറിയൊരു എരിയായിട്ട്. അപ്പോഴെൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ.